ഞാൻ ഇന്ന് നിങ്ങളെ ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുപോയിട്ട് ഒരു അമ്പലം കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഈ പോകുന്ന അമ്പലം 2500 വർഷം പഴക്കമുള്ള അമ്പലമാണെന്നാണ് പറയുന്നത്. കേരളത്തിൽ നല്ല പഴക്കമുള്ള അമ്പലങ്ങളിൽ ഒരു അമ്പലം ആയിട്ടും ഇതിനെ കണക്കാക്കാൻ പറ്റുമേ. വയനാട്ടിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വേലിയമ്പം ഉണ്ട്. വേലിയമ്പത്താട്ടോ ഈ അമ്പലം. ഈ കാണുന്ന മരമില്ലേ, ഈ മരം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു മരമാണത്. അതിൻ്റെ ഉള്ള് പൊള്ളയായിട്ടാണ് ഉണ്ടാവുക. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലാണേ. ഞാൻ ആ പറഞ്ഞ മരമില്ലേ, ആ മരത്തിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു കുളമുണ്ട്. അവിടെയാണ് ആനകളൊക്കെ എപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടി വരിക. ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഈ വഴി അത്ര സേഫ് അല്ല. ഇവിടെ ഫോറസ്റ്റ് ഗാർഡിനെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഏത് സമയത്താണ് ആന വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോകുമ്പോൾ ഒറ്റ വണ്ടി ഇങ്ങോട്ടൊന്നും വരുന്നത് കണ്ടില്ലല്ലോ. നമ്മൾ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഈ അമ്പലത്തിൽ ഞങ്ങൾ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം 11 മണി കഴിഞ്ഞതും ആയതുകൊണ്ട് അമ്പലം പൂട്ടിപ്പോയി. അപ്പോൾ ഞങ്ങൾ 2ാമത്തെ ദിവസം ഞാനും അനിയനും വൈഫൊക്കെ കൂടെ ഒന്നും കൂടി വന്നതാണ്. എനിക്ക് ജിമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ഇളക്കം ഉണ്ടാവുകയും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് നമ്മൾ എത്തുക. ഇത് ഞങ്ങൾ വന്ന ആദ്യത്തെ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ആരുമില്ല. കാടും കിളികളും കുരങ്ങന്മാരുടെ സൗണ്ടും മാത്രം. ഓരോ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് കാട് മന്ത്രം ചൊല്ലുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അത്രയ്ക്ക് ശാന്തതയായിരുന്നു. പട്ടുമെത്ത എന്നൊക്കെ പറയുന്നത് പോലെ പച്ച പുല്ലുകൊണ്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം അവിടെയൊക്കെ കാണാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് കുറേ ശാന്തത കിട്ടും. അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാവണം കൃത്യം 11 മണിയാകുമ്പോൾ തന്നെ നട അടയ്ക്കും കേട്ടോ. അതാണ് ഞങ്ങളൊരു 11:10 എന്തോ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. നട തുറന്നിട്ട് കാണാൻ സാധിച്ചില്ല എന്നാണേ ഉദ്ദേശിച്ചത്. നിറയെ കുരങ്ങന്മാരാണ് കേട്ടോ. മരത്തിലും അവിടെ ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ട്. ഈ അമ്പലം ഇപ്പോൾ ചുറ്റുമതിലും മേൽക്കൂരയൊക്കെ ആക്കിയിട്ട് ഗംഭീരമാക്കിയതാണേ. ഗൂഗിളിൽ നോക്കിയാൽ ഇങ്ങനത്തെ ഫോട്ടോ എല്ലാം കാണുക. അമ്പലവും പള്ളികളൊക്കെ നമ്മൾ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പുറം ഭാഗങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റുള്ളേ. നമ്മൾ വന്നത് പുറകുവശത്ത് കൂടിയാണെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് മുൻവശത്ത് ഉണ്ടാവുക. ഇവിടെ റോഡുണ്ടേ, മുന്നിൽ ഫുള്ള് കാട്. അതാ ഇങ്ങോട്ടൊക്കെ കാടാണ്. ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കി. ഇവിടെയും ആന വരുന്ന സ്ഥലം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ആന വരുമ്പം ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് കമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫെൻസിങ് പോലെ. ആന മാത്രമല്ല കേട്ടോ വരുന്നേ, കള്ളുകൂടിയന്മാരും വരുന്നുണ്ടെന്ന് ഇത് കണ്ടപ്പോൾ മനസ്സിലായി. ഇവിടം വരെയൊക്കെ നമുക്ക് വഴിയുള്ളൂ. അത് കഴിയുമ്പോൾ ആ വഴിയൊന്നും കാണുന്നില്ല. ആന വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ അതിനുള്ള തെളിവ്. ഇതും കൂടി കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നല്ല പേടിയായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുകാൻ പറ്റിയില്ലല്ലോ, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി അവിടുന്ന്. അങ്ങനെ 2ാമത്തെ ദിവസം വന്നപ്പോൾ അന്ന് അവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നേ, വേണ്ടി അലങ്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്പലം തൊഴുത് കാണുക മാത്രമല്ല, നമുക്ക് കുറച്ച് വഴിപാടുകളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ അവിടെയുള്ള വഴിപാട്. കല്യാണം ഉള്ളത് കൊണ്ട് മാത്രം കുറച്ച് പേരവിടെ ഉണ്ടായിരുന്നു. കല്യാണക്കാരൊന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നല്ലോണം തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി. ഈ അമ്പലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. ഇതിലെഴുതിയത് എന്താണെന്ന് ഞാൻ വായിച്ചു തരട്ടെ. യോഗീശ്വരനെ തൊഴുത് അകത്ത് കയറി ഭഗവാനെ തൊഴുത് ഗണപതി ദുർഗാ ഭഗവതിയെയും തൊഴുത് ശാസ്താവിങ്കൽ തൊഴുത് പ്രസാദം സ്വീകരിക്കുക. ക്ഷേത്ര ദർശനത്തിനു ശേഷം താഴെ ഭഗവതി ക്ഷേത്രത്തിലെ ദർശനം കൂടി കഴിഞ്ഞാൽ മാത്രമേ ക്ഷേത്ര ദർശനം പൂർത്തിയാവുകയുള്ളൂ. അമ്പലം തൊഴണം എന്നുള്ളവർ മാത്രമല്ല, ഈ സ്ഥലങ്ങൾ കാണാനുള്ളവർക്കും ഇങ്ങോട്ടൊക്കെ വരാം കേട്ടോ. വരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഫോറസ്റ്റ് ഗാർഡ് പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു അമ്പലത്തിനെ കുറിച്ച് അറിയുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അമ്പലങ്ങൾ കാണിക്കുക എന്നുള്ളതല്ല, ഓരോ സ്ഥലങ്ങളൊക്കെ കാണിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകതയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക. എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.